പത്തിരിയും കോഴിയിറച്ചിയും. പത്തിരി ഉണ്ടല്ലോ, പത്തിരി കുറച്ച് ദിവസമായി പത്തിരി തിന്നണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഓൾറെഡി പത്തിരി ഉണ്ടാക്കിയിട്ട് തേങ്ങാപ്പാലിൽ മുക്കി വെച്ചിട്ടുള്ള പത്തിരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടേ ഇങ്ങനെ ഉണ്ട് നോക്കാം. കുറച്ച് തേങ്ങാപ്പാലുണ്ട്, മതി മതി. തേങ്ങാപ്പാലം കൂടെ ഒഴിച്ചു. എന്നിട്ട് ഈ പത്തിരി ഉണ്ടല്ലോ മറച്ചങ്ങോട്ട് ഇടുക. എല്ലാം അങ്ങോട്ട് തേങ്ങാപ്പാലിക്ക് അങ്ങോട്ട് മുട്ടിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടുണ്ടല്ലോ ഒരു ഇച്ചിരി ചിക്കൻ കറി, ഇപ്പോൾ വെച്ചിട്ടുള്ള ചിക്കൻ കറി സൈഡിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. മുഖത്തേക്ക് തെറിച്ചപ്പോൾ തന്നെ 3-4 കഷ്ണമായിട്ട് കുറച്ച് ചാറും. ഒഴുകുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഇച്ചിരി പീസ് അങ്ങോട്ട് എടുക്കുക. ഒരു തുണ്ടങ്ങോട്ട് പൊട്ടിച്ചിട്ട് മക്കളെ എന്തൊട്ട ടേസ്റ്റ്! എൻ്റെ അമ്മോ, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, പൊളി. ഭയങ്കര ടേസ്റ്റ്. ഓരോരോ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ മനുഷ്യനെ. ഓക്കെ, ഒപ്പിമുത്തുപ്പിൽ എന്താവോ പക്ഷൊക്കെ എടുക്കാച്ച സാധനട്ടാ. എനിക്ക് ഇത് കഴിക്കണ സമയത്ത് ഒരു പാട്ട് ഓർമ്മ വരുന്നതായി. ഒരു പാട്ടില്ലേ, സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി നിർത്തി ആടിയതാ എന്ന് പറഞ്ഞത്, അങ്ങനെ പാട്ടില്ലേ? ആ പാട്ട് അത്രയും നിങ്ങളുണ്ടാക്കി കഴിക്കട്ടാ, അടിപൊളി. പത്തിരിയുടെ മോള് ഇത്തിരി തേങ്ങാപ്പാൽ വെക്കുക, തേങ്ങാപ്പാൽ വെച്ച് ചിക്കൻ കറി ഒഴിച്ച് ഇത്തിരി ഒന്ന് സോക്ക് ചെയ്യുക, അടിക്കുക, അടിയോട് അടി. സൂപ്പർ സാധനം, സൂപ്പർ സാധനം.